ഇന്ന് നമ്മൾ നോക്കാൻ പോവുക ടി ക്യൂമിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, എ കമ്മിറ്റഡ് ആൻഡ് ഇൻവോൾവ് മാനേജ്മെൻറ്റ്. ഇത് നമ്മൾ നിരന്തരമായി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ടി ക്യൂം എന്ന് പറയുന്നത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സപ്പോർട്ട് ആവശ്യമാണ്. കാരണം മാനേജ്മെൻറ്റ് സപ്പോർട്ട് ഇല്ലാതെ ഒരു ടി ക്യൂം ഫ്രെയിം വർക്ക്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഒരു ഓർഗനൈസേഷനിൽ റൺ ചെയ്യാൻ സാധിക്കില്ല. Management must participate in the quality program, establish a council to develop clear vision, set goals and direct the program. അപ്പോൾ മാനേജ്മെൻ്റ് ആണ് ഒരു ക്വാളിറ്റി കൗൺസിൽ രൂപീകരിക്കേണ്ടത്. അതിനുശേഷം ക്ലിയർ ആയിട്ടുള്ള ഗോൾസ്, വിഷൻ, ഒബ്ജക്റ്റീവ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഒരു ടി ക്യൂം ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുക്കേണ്ട മാനേജ്മെൻ്റാണ്, കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു മാനേജ്മെൻ്റാണ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് സപ്പോർട്ടോട് മാത്രമേ ടി ക്യൂം ഫ്രെയിം വർക്ക് സ്റ്റാർട്ട് ചെയ്യാനാവൂ. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, ആൻഡ് അൺവേവറിങ് ഫോക്കസ് ഓൺ ദ കസ്റ്റമർ. ഇപ്പോൾ ടി ക്യൂം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ കസ്റ്റമർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കസ്റ്റമേഴ്സ് ആർ ദ വെരി പർപ്പസ് ഓഫ് എനി ഓർഗനൈസേഷൻ. സോ കീ to an effective TQM is orienting all activities towards the need of the customer, both internal and external. അപ്പോൾ ടി ക്യു എം അപ്രോച്ച് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിലാണ്. അവർ ഓൾ ആക്ടിവിറ്റീസ്, ടി ക്യുമിലുള്ള എല്ലാ ആക്ടിവിറ്റീസും കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമർ. എക്സ്റ്റേണൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അതോടൊപ്പം തന്നെ ഇന്ത്യൻ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക. ദെൻ എഫക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഓഫ് ദ എൻറ്റയർ വർക്ക് ഫോഴ്സ്. അപ്പോൾ ഒരു ടീം വർക്കാണ് ടി ക്യൂമിൻ്റെ അടിത്തറ. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടീം വർക്കിലൂടെ മാത്രമാണ് ടി ക്യൂം അതിൻ്റെ സക്സസ്സിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇംപ്ലിമെൻറ്റിംഗ് ടി ക്യൂം ഈസ് എവരി വൺസ് റെസ്പോൺസിബിലിറ്റി. ഒരാളുടെയോ ടോപ്പ് മാനേജ്മെൻറ്റ് ഉത്തരവാദിത്വം മാത്രമല്ല ടി ക്യൂം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അത് റൺ ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് എവരി വൺസ് റെസ്പോൺസിബിലിറ്റിയാണ്. ഓൾ പേഴ്സണൽ മസ്റ്റ് ബി ട്രെയിൻഡ് ഇൻ ടി ക്യൂം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനുള്ള എല്ലാവരും, ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള എല്ലാവരും ടി ക്യൂം എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ചിൽ ട്രെയിൻഡ് ആയിരിക്കണം. എങ്ങനെ ടി ക്യൂം ഓറിയൻറ്റഡ് ആയിട്ടുകൊണ്ട് വർക്ക് ചെയ്യാം എന്നുള്ളത്. എങ്കിൽ മാത്രമേ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവായി വരും. ദെൻ ഫോർത്ത് പോയിൻറ്റ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി ബിസിനസ് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഇമ്പ്രൂവ് ചെയ്യുക. ടി ക്യൂം എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാവോ അങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ടി ക്യൂമിൻ്റെ ഒരു അപ്രോച്ച്. സോ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി ബിസിനസ് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അവിടെ എവിടെയൊക്കെയാണോ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് സാധ്യതയുള്ളത്, ദെൻ ഇംപ്രൂവ് ദ പ്രോസസ്, ഇംപ്രൂവ് ദ മെത്തേഡ്സ്. ഓൾ എംപ്ലോയീസ് മസ്റ്റ് കണ്ടിന്യൂവലി സ്ട്രൈവ് ടു ഇംപ്രൂവ് ഓൾ ബിസിനസ് ആൻഡ് പ്രൊഡക്ഷൻ സിസ്റ്റംസ്. അപ്പോൾ ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ പ്രോസസ് ഇംപ്രൂവ്മെൻ്റ് ആകാം, മെത്തേഡ് ഇംപ്രൂവ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ എംപ്ലോയീസ് തന്നെ ഇംപ്രൂവ് ചെയ്യുന്നതാകാം, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി, അവരുടെ സ്കിൽസ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ മേഖലയിലും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ്, ട്രീറ്റിംഗ് സപ്ലയേഴ്സ് ആസ് പാർട്ട്നേഴ്സ്. ടി ക്യൂമിൻ്റെ അടുത്തൊരു അപ്രോച്ച് എന്ന് പറയുന്നത് സപ്ലയേഴ്സ് ഉണ്ട്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് സപ്ലയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോഡക്റ്റ്, അത് അതിൻ്റെ ഇനീഷ്യൽ പാർട്ട് എന്ന് പറയുന്നതാണ് റോ മെറ്റീരിയൽസ്. സോ ആ റോ മെറ്റീരിയൽസ് ആണ് എൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നതിലെ ഒരു മേജർ പാർട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സപ്ലയേഴ്സിനെ ഒരു ഓർഗനൈസേഷൻ്റെ പാർട്ട്നേഴ്സ് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് ആ ഒരു രീതിയിൽ സപ്ലയർ ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ബിൽഡ് ചെയ്തെടുക്കണം. സോ ഓൾ സപ്ലയേഴ്സ് ഓർഗനൈസേഷൻ ഹാവ് ടു ബി ട്രീറ്റഡ് ആസ് എക്സ്റ്റൻഷൻ ഓഫ് വൺസ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ പാർട്ടായിട്ട് ഈ സപ്ലയേഴ്സിനെ മാറ്റണം. ദെൻ ആ ഒരു രീതിയിൽ ബെസ്റ്റ് ക്വാളിറ്റിയുള്ള സപ്ലൈയിലൂടെ ബെസ്റ്റ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് എന്ന ഒന്നിലേക്ക് മാറാൻ സാധിക്കണം. Then sixth point, establish performance measures. നമുക്കൊരു പ്രോഡക്റ്റ്
അത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളതാണോ, അത് മാർക്കറ്റിൽ സർവൈവ് ചെയ്യുമോ എന്നുള്ളത് മെഷർ ചെയ്യണം. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യണം. സോ ക്വാളിറ്റി കൺട്രോൾ ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് മെഷർമെൻറ്റ് എടുക്കണം. എത്രത്തോളം ഉണ്ട് ക്വാളിറ്റി എന്ന്, അല്ലെങ്കിൽ ഫെയിലിയർ റേറ്റ് എത്രത്തോളം ഉണ്ട്, ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഈ ഒരു മെത്തേഡ്, ഈ ഒരു പ്രോസസ്സ് അതിന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണോ, അത് ഒരു ഫെയിലിയർ ആയിട്ടുള്ള മെത്തേഡാണോ, ഇനി അത് മാറ്റണോ, റീപ്ലേസ് ചെയ്യേണ്ട മെത്തേഡ് റീപ്ലേസ് ചെയ്യേണ്ട പ്രോസസ്സാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരണമെങ്കിൽ ഡേറ്റാസിൻ്റെ ബേസിൽ നമുക്ക് ഒന്നിനെ മെഷർ ചെയ്യണം. മെഷർ ആൻഡ് പ്രോസ്പർ. മെഷർ ഷുഡ് ബി അവൈലബിൾ ടു നോട്ട് ഡൗൺ ടൈംസ്, നോൺ കൺഫോമിറ്റീസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കിലൂടെ, കസ്റ്റമറിൻ്റെ കംപ്ലയിൻസിലൂടെ, അതോടൊപ്പം തന്നെ കസ്റ്റമർക്ക് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ സജഷൻസിലൂടെ, അതൊക്കെ എഫക്റ്റീവായിട്ട് മെഷർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അതിൽ എന്തൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് സാധ്യതയുണ്ട്, അതിൽ നിലവിലുള്ള പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ് കസ്റ്റമർ ആവശ്യങ്ങൾ എന്ന കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ ഒരു ഐഡിയ കിട്ടി പ്രോപ്പറായിട്ടുള്ള ഒരു കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് മെഷർ ചെയ്യാൻ ടൂളുകളുണ്ട് എങ്കിൽ അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിച്ചേരാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്തരത്തിൽ മെഷർ ചെയ്യാനുള്ള, പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യണം. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യുന്നുള്ള ഗുണം എന്താണ്? ഫെയിലിയേഴ്സ് മിനിമം ആക്കാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് എപ്പോഴും എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ അത് ബെസ്റ്റ് ക്വാളിറ്റിയിലാണോ ഓരോ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളത് മെഷർ ചെയ്യാൻ സാധിച്ചാൽ ദെൻ അവിടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത് മിനിമൈസ് ചെയ്യാനും സാധിക്കും. ദെൻ നെക്സ്റ്റ് ആണ് TQMൻ്റെ ഒരു ഫ്രെയിം വർക്ക്. ദെൻ ദ വോൾ സിസ്റ്റം ഈസ് ഫോക്കസ്ഡ് ടുവാർഡ്സ് ദ കസ്റ്റമർ. TQM എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് അതെങ്ങനെ രൂപീകരിച്ചു, അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മെഷർ ചെയ്യാനുള്ള ടൂളുകളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മെഷർമെൻറ്റ് ടൂളുകളായിക്കോട്ടെ, ഫിലോസഫിക്കൽ കൺസെപ്റ്റുകളായിക്കോട്ടെ, ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്ന ഒരാളിലേക്കാണ്. ദാറ്റ് ഈസ് കസ്റ്റമർ. ബിക്കോസ് ഹു ഈസ് ദ ബേസിക് പർപ്പസ് ഫോർ വിച്ച് ദ ഓർഗനൈസേഷൻ എക്സിസ്റ്റ്. ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കാൻ, എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണക്കാരെന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ്. ഇപ്പോൾ കസ്റ്റമർ ഇല്ലാതെ ഓർഗനൈസേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ TQMൻ്റെ ഫുൾ ഫ്രെയിം വർക്കും ഫോക്കസ് ചെയ്യുന്ന ഒരാൾ കസ്റ്റമർ ആയിരിക്കും. Then the approach to product realization is by continuously identifying activities and process for incremental and breakthrough improvements so as to provide the best to the customer. ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അൾട്ടിമേറ്റ് ആയിട്ട് എന്തായിരിക്കും ആ ഓർഗനൈസേഷൻ ഡെലിവർ ചെയ്യേണ്ടത്? ടു ദ ബെസ്റ്റ്. ആർക്കാണ്? ടു ദ കസ്റ്റമർ. അവരുടെ ഏറ്റവും ബെസ്റ്റ് അവർക്ക് കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യണം. കാരണം കസ്റ്റമറിനെ മാക്സിമം ഹാപ്പി ആക്കണം. കസ്റ്റമർ ഹാപ്പി ആയാലേ ഒരു ഓർഗനൈസേഷൻ ഉള്ളൂ. സോ പ്രൊവൈഡ് ദ ബെസ്റ്റ് ടു ദ കസ്റ്റമർ. ദെൻ ഈ കാണുന്നതാണ് TQMൻ്റെ ഒരു ഫ്രെയിം വർക്ക്. മീൻസ് എന്താണ് TQM? അപ്പോൾ TQMൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റാണ് ക്വാളിറ്റി ഗുരൂസ്. ക്വാളിറ്റി ഗുരൂസ് അവരുടെ പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസസ്, അവരുടെ ഫിലോസഫി എന്താണോ അതിൻ്റെ ബേസിൽ, അതിൻ്റെ അടിത്തറയിൽ രൂപം കൊണ്ട ഒന്നാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അപ്പോൾ ക്വാളിറ്റി ഗുരൂസ്, ആ ക്വാളിറ്റി ഗുരൂസ് നമ്മൾ കണ്ടു. ഡെമിങ്, ജുറാൻ, ക്രോസ്ബി, ദെൻ തകുഷി തുടങ്ങിയ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റി ഗുരൂസിൻ്റെ ഫിലോസഫി, പ്രാക്ടീസസ്, അവരുടെ പ്രിൻസിപ്പിൾസ്, ആ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിൽ നമ്മൾ ടൂൾസും ടെക്നിക്സുകളും ഡെവലപ്പ് ചെയ്തു. കാരണം ടൂളും ടെക്നിക്കുകളും നമുക്ക് വേണം ക്വാളിറ്റി മെഷർ ചെയ്യാൻ. കുറേ ടൂളുകളായ ക്വാളിറ്റി കൺട്രോൾ ടൂൾസുകളൊക്കെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ടൂളുകൾ, ബെഞ്ച് മാർക്കിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം, ദെൻ എക്സെട്ര. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട്, ടൂൾസും ടെക്നിക്സും യൂസ് ചെയ്തുകൊണ്ട്, അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഗുരൂസിൻ്റെ പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും, ദെൻ ആ പ്രിൻസിപ്പിൾസും പ്രാക്ടീസസിലും വരുന്ന കാര്യങ്ങളാണ് എഫക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പ്, അതുപോലെ തന്നെ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, എംപ്ലോയി എംപവർമെൻറ്റ്, എംപ്ലോയി മോട്ടിവേഷൻ, ദെൻ സപ്ലയർ പാർട്ണർഷിപ്പ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമാണ്.
അപ്പോൾ ഇത്തരത്തിൽ ഈ ടൂളുകളും ഈ പ്രിൻസിപ്പിൾസും പ്രാക്ടീസും എല്ലാം നമ്മൾ പ്രോഡക്റ്റിൽ കൊണ്ടുവന്ന്, കാരണം പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് കസ്റ്റമർക്ക് വേണ്ടത്. ഫിറ്റ്നസ് ഫോർ യൂസ് എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് പ്രോഡക്റ്റ്. സോ ആ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിൽ ആരൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? ടൂൾസ്, ടെക്നിക്സ്, അതുകൊണ്ട് ക്വാളിറ്റി ഗുരൂസിൻ്റെ പ്രിൻസിപ്പിൾസും പ്രാക്ടീസും ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഒരാകത്തുകയാണ് ഒരു ക്വാളിറ്റിയുള്ളൊരു പ്രോഡക്റ്റ്. അപ്പോൾ ആ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരു ഓർഗനൈസേഷനിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ്, എംപ്ലോയി മോട്ടിവേഷൻ, എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ടീം വർക്ക് തുടങ്ങി ഒരുപാട് ഫാക്ടേഴ്സുകൾ, ക്വാളിറ്റി കൺട്രോൾ ടൂൾസ്, ഇതെല്ലാം ഒരു പ്രോഡക്റ്റ് അത് റിയലൈസ്ഡ് ആകുന്ന, അതൊരു ഫൈനൽ എൻഡ് പ്രോഡക്റ്റായി കസ്റ്റമറിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സിറ്റുവേഷനിലേക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പങ്കുവഹിക്കുന്നു. ദെൻ അത്തരത്തിലൊരു പ്രോഡക്റ്റ് ഇറങ്ങി ആ പ്രോഡക്റ്റ് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ TQM ഫ്രെയിം വർക്കിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് കസ്റ്റമറാണ്. അപ്പോൾ ആ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഈ ടൂൾസ് ആൻഡ് ടെക്നിക്സ്. ആ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് ക്വാളിറ്റി ഗുരൂസിൻ്റെ പ്രിൻസിപ്പിൾസും പ്രാക്ടീസും. ആ പ്രിൻസിപ്പിൾസും പ്രാക്ടീസും ഈ കൺട്രോൾ ടൂൾസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് നിർമ്മിച്ചുകൊണ്ട് അൾട്ടിമേറ്റായിട്ടും കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് TQM ഫ്രെയിം വർക്ക്. അപ്പോൾ അതാണ് പറയുന്നത് ദ ബെസ്റ്റ് ടു ദ കസ്റ്റമർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കസ്റ്റമറിന് ബെസ്റ്റ് ഡെലിവറി ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. ദെൻ നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് TQM. എന്തൊക്കെയാണ് TQMൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ് വൺ, ഫോക്കസ് ഓൺ മീറ്റിംഗ് കസ്റ്റമേഴ്സ് നീഡ് ബൈ പ്രൊവൈഡിങ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസ് അറ്റ് റീസണബിൾ കോസ്റ്റ്. നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ടുള്ള കാര്യമാണ്. കസ്റ്റമറുടെ ആഗ്രഹം ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളൊരു സർവീസ് അറ്റ് റീസണബിൾ പ്രൈസ് കിട്ടണം. സോ അത് പ്രൊവൈഡ് ചെയ്യുക, അതിനായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതാണ് TQMൻ്റെ ഒരു ഫസ്റ്റ് ക്യാരക്ടർ. ഫോക്കസ് ഓൺ മീറ്റിംഗ് കസ്റ്റമർ നീഡ് ബൈ പ്രൊവൈഡിങ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസ് അറ്റ് എ റീസണബിൾ പ്രൈസ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. എപ്പോഴും നമ്മൾ പറയുന്നതാണ് TQM എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ഇറ്റ്സ് എനഫ്, ഇത് മതി എന്നുള്ളതില്ല. ഇനിയും പറ്റും, ഇനിയും ഒരു സാധ്യതയുണ്ട് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. ദാറ്റ് ഈസ് ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. കാരണം എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഒരു ഓർഗനൈസേഷനെ അവരുടെ വിഷൻ എന്താണോ, അവരുടെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യുന്നതിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ് പോയിന്റ്, റെക്കഗ്നൈസ് റോൾ ഓഫ് എവരി വൺ ഇൻ ദ ഓർഗനൈസേഷൻ. TQM എന്ന് പറയുന്ന ഒരു ടീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. എല്ലാവരുടെയും ഇൻവോൾവ്മെൻ്റ് ആണ് അവിടെ ഉണ്ടാവേണ്ടത്. അപ്പോൾ എല്ലാവരിലും ഓരോ അവബോധം സൃഷ്ടിക്കും. നമ്മൾ എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നു, എന്താണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ വർക്കിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച്, ഓരോരുത്തരുടെയും റോൾ എന്താണ് ഓർഗനൈസേഷൻ എന്നതിനെക്കുറിച്ചൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ അത് പ്രൊവൈഡ് ചെയ്യാൻ TQM എന്ന് പറയുന്ന അപ്രോച്ച് വഴി സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, വ്യൂസ് ഓർഗനൈസേഷൻ ആസ് ആൻ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം വിത്ത് എ കോമൺ എയിം. ഇപ്പോൾ TQM എന്ന് പറയുന്നത് ഓരോരുത്തരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് വർക്ക് ചെയ്ത് ഒന്നിലേക്ക് എത്തുക എന്നുള്ളതല്ല. ഓരോ ഓർഗനൈസേഷൻ ഫുള്ളായിട്ടൊരു സിസ്റ്റം, ഒരൊറ്റ സിസ്റ്റം എന്ന് കണ്ടുകൊണ്ട് ഒരൊറ്റ കോമൺ എയിം വെച്ചുകൊണ്ട് ഒരു ടീം വർക്കിലൂടെ പ്രവർത്തിച്ച് മുന്നേറുക, ആ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ള രീതിയാണ് TQMൻ്റെ. ദെൻ എംഫസൈസ് ടീം വർക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടീം വർക്കിലാണ് TQM ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവിടെ ഇൻഡിവിജ്വലി ഓരോരുത്തരും നിന്നുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇടയ്ക്ക് ബാരിയേഴ്സ് വെച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു രീതിയല്ല, എല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നു. ദെൻ ഫീച്ചേഴ്സ് ഓഫ് TQM. ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വരിക. അതിൽ ഫസ്റ്റ് ഫീച്ചറാണ് കസ്റ്റമർ ഓറിയൻറ്റഡ്. നമുക്കറിയാം TQM എന്ന് പറയുന്നത് ആ TQMൻ്റെ ഫ്രെയിം വർക്ക് തന്നെ അത് വരുന്നത് കസ്റ്റമറിലേക്കാണ്. സോ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് TQM എന്ന് പറയുന്ന അപ്രോച്ച് ഉദ്ദേശിക്കുന്നത്. സോ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് TQM. TQM ഫോക്കസ് ഓൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ
through creation of better quality products and services at lower cost. ഇന്നത്തെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ളൊരു പ്രോഡക്റ്റ്, ഒരു സർവീസ് അറ്റ് റീസണബിൾ പ്രൈസിൽ കസ്റ്റമറിലേക്ക് എത്തിച്ചുകൊണ്ട് കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ്, എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് എംപവർമെൻറ്റ്. എംപ്ലോയിനെ ഇൻവോൾവ് ചെയ്യുക. ഒരു ഓർഗനൈസേഷനിൽ അവരൊരു ഏതെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കാതെ അവരുടേതായ ആശയങ്ങൾ, സജഷൻസ്, ഫീഡ്ബാക്സ്, ഒരു പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫീഡ്ബാക്കുകളാകാം, ഒരു മെത്തേഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫീഡ്ബാക്കുകളാകാം, അതല്ല എങ്കിൽ ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ബെറ്റർ ആകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു സജഷൻസ് ആകാം. എന്നിരുന്നാലും അത് പൂർണ്ണ തോതിൽ എത്തണമെങ്കിൽ അവിടെ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ആവശ്യമാണ്. എംപ്ലോയിക്ക് ആ രീതിയിൽ അവരുടെ തോട്ട്സ് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കണം. അപ്പം അത്തരത്തിലുള്ള ഒരു കൾച്ചർ, ഒരു ഓർഗനൈസേഷനിൽ കൾച്ചർ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് TQM അപ്രോച്ചിലൂടെ സാധിക്കുന്നു. അപ്പോൾ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് എംപവർമെൻറ്റ്. എംപവർമെൻറ്റ് മീൻസ് എംപ്ലോയീസിന് സ്വയം അവരെ എംപവർ ചെയ്തെടുക്കാൻ വേണ്ടി അവർക്ക് സ്കിൽസുകൾ ആഡ് ചെയ്യാം, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം, അവർക്ക് ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യാം, ആഡ് ഓൺ സ്കിൽസുകൾ കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ അവരെ തന്നെ എംപവർ ചെയ്തെടുക്കാൻ TQM വഴി സാധിക്കുന്നു. ടീം ഫോക്കസ് ഓൺ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്ട്സ് ആൻഡ് എംപ്ലോയീസ് ആർ എംപവേർഡ് ടു സെർവ് കസ്റ്റമേഴ്സ് വെൽ. ദെൻ ഓർഗനൈസേഷൻ വൈഡ്. TQM എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നൊന്നുമല്ല, അതൊരു ഓർഗനൈസേഷൻ ഫുള്ളായിട്ട് ഓർഗനൈസേഷൻ വൈഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അപ്രോച്ചാണ്. TQM ഇൻവോൾവ്സ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഡിവിഷൻ. ദെൻ അടുത്ത ഫീച്ചറാണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ സ്ട്രാറ്റജിക് ഫോക്കസ്. ക്വാളിറ്റി ഈസ് വ്യൂഡ് ആസ് എ സ്ട്രാറ്റജിക് കോമ്പറ്റീറ്റീവ് വെപ്പൺ. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനെ വേറിട്ട് നിർത്തുക, മാർക്കറ്റിൽ അതിൻ്റേതായ ഒരു സ്ഥാനം കൊടുക്കുന്നതിന് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ TQM എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ TQM അപ്രോച്ചിലൂടെ കോമ്പറ്റീറ്റേഴ്സിനിടയിൽ ഒരു സ്ഥാനം ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ, TQM അപ്രോച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന് മാർക്കറ്റിൽ പ്ലേസ് ചെയ്യാൻ ഈ ഒരു ടൂളായിട്ട് TQM വർക്ക് ചെയ്യുന്നു. Then process management. TQM adopted the concept of prevention through process management. അപ്പോൾ TQM എന്ന് പറയുന്നത് ഒരു പ്രോസസ് അപ്രോച്ചാണ്. ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ കാര്യങ്ങളും അത് ഓരോന്നും ഓരോ ചെറിയ ചെറിയ പ്രോസസ്സുകളായിട്ട് കണ്ടുകൊണ്ട് ഓരോ പ്രോസസ്സും അത് എത്രത്തോളം ക്വാളിറ്റിയിലാണ് നടക്കുന്നത്, ഓരോ പ്രോസസ്സിൻ്റെയും ഔട്ട്കം എന്ന് പറയുന്നത് കമ്പനി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന അതേ ട്രാക്കിൽ തന്നെയാണോ എന്നൊക്കെ ഉള്ളത് സ്റ്റഡി ചെയ്തുകൊണ്ട് ഓരോ പ്രോസസ്സിലും ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമാണെങ്കിൽ അത് ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങളുടെ പ്രോസസ്സിൽ ഇൻവെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോസസ് മാനേജ്മെൻറ്റ് അപ്രോച്ചാണ് TQM. ദെൻ ചേഞ്ച് ഇൻ കോർപ്പറേറ്റ് കൾച്ചർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. TQM എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കൾച്ചർ തന്നെ മാറ്റുന്ന ഒന്നാണ്. അതായത് ഓൾഡ് കൾച്ചർ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഒരു ലെവലിൽ, എംപ്ലോയീസ് വേറൊരു ലെവലിൽ, അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ടീം എന്ന രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്, ഓരോരുത്തർക്കും വർക്കുണ്ട്, അത് ചെയ്യുന്നു. പക്ഷേ TQM അങ്ങനെയല്ല, എല്ലാവരുടെയും ഇൻവോൾവ്മെൻ്റ് ആണ് ക്വാളിറ്റി. ഇപ്പോൾ എല്ലാവരും ക്വാളിറ്റിക്ക് വേണ്ടി ഒരു കോമൺ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യണം. ഇപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഐഡിയാസ് ഷെയർ ചെയ്യാം. മാത്രമല്ല എംപ്ലോയീസിന് അവർക്ക് വർക്ക് എൻജോയ് ചെയ്തുകൊണ്ട് അവർക്കൊരു റെക്കഗ്നീഷൻ കിട്ടിക്കൊണ്ട് അവർ വർക്ക് ചെയ്യുന്ന ലെവലിലേക്ക് എംപ്ലോയീസിനെ മാറ്റാം. ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു നല്ല കൾച്ചർ ബിൽഡ് ചെയ്യാൻ TQM കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് TQM ഒരു ഷോർട്ട് റൺ പ്രോഗ്രാം അല്ല, ലോങ് റൺ പ്രോഗ്രാമാണ്. പതുക്കെ കൾച്ചർ, ഒരു നല്ല കൾച്ചറിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് TQM എന്ന് പറയുന്നത്. TQM involves the creation of a work culture that is conducive to quality improvement. അതായത് ഒരു ഫിയറോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയിൽ നിന്നും ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ക്വാളിറ്റി ആയിട്ട് വർക്ക് ചെയ്യണം, നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യണം, നല്ല ക്വാളിറ്റിയുള്ള ഒരു കാര്യം എന്നിൽ നിന്ന് വരണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ TQM വഴി സാധിക്കുന്നു. അപ്പോൾ ഫിയറിനെ മാറ്റി അവിടെ ഒരു ടീമായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യിക്കലാണ് TQMൻ്റെ അപ്രോച്ച്. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി, ഐ ലവ് മൈ ജോബ് എന്ന രീതിയിൽ ഒരു എംപ്ലോയി ആ രീതിയിൽ കണ്ടുകൊണ്ട് വർക്ക് ചെയ്തു.
അത് ടി ക്യു എം ആണ് അത്തരത്തിലൊരു കൾച്ചർ ബിൽഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുക. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ടി ക്യു എം നമുക്കറിയാം. പ്രൊഡക്ടിവിറ്റി മാക്സിമം ഉണ്ട്, മാർക്കറ്റിൽ ഒരു നല്ല സ്ഥാനം ഒരു ഓർഗനൈസേഷന് കിട്ടുന്നു, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അത് അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു, പിന്നെ പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുന്നു, ഇംപ്രൂവ് ടീം വർക്ക് അത് എഫക്റ്റീവായിട്ട് റൺ ചെയ്യാൻ സാധിക്കുന്നു. ദെൻ പ്രോബ്ലം സോൾവിങ്ങും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ എഫക്റ്റീവായിട്ട് ടി ക്യുമിൽ ചെയ്യാൻ സാധിക്കുന്നു. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. എംപ്ലോയിയുടെ പാർട്ടിസിപ്പേഷൻ, എംപ്ലോയിയുടെ എംപവർമെൻറ്റ്, എംപ്ലോയി മോട്ടിവേഷൻ അതൊക്കെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇംപ്രൂവ് വർക്കിംഗ് റിലേഷൻഷിപ്പ്, എംപ്ലോയീസ് തമ്മിലുള്ള അല്ലെങ്കിൽ എംപ്ലോയിയും മാനേജേഴ്സും സുപ്പീരിയേഴ്സും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു റിലേഷൻഷിപ്പ് അത് ഏറ്റവും നല്ല രീതിയിലേക്ക് മാറ്റാൻ ടി ക്യു എം എന്ന് പറയുന്നൊരു കൾച്ചർ വഴി സാധിക്കുന്നു. ഇംപ്രൂവ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയി ഒരു ജോബിൽ സാറ്റിസ്ഫൈഡ് ആവുക, ഒരു പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നതിനേക്കാളുപരി ഇതിൻ്റെ ഉത്തരവാദിത്തം ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു വർക്ക് ഡെലിവറി ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന ഒരു കൾച്ചർ ബിൽഡ് ചെയ്യണമെങ്കിൽ അത് ടി ക്യു എം വഴി സാധിക്കുന്നു. ദെൻ ടി ക്യു എം ഈസ് ആൻഡ് ഈസ് നോട്ട്. ടി ക്യു എം എന്താണ്, ടി ക്യു എം എന്തല്ല. ടി ക്യു എം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല. ടി ക്യു എം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കസ്റ്റമർ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതല്ലാതെ ഒരു പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടോ അങ്ങനെ ഒരു അപ്രോച്ചേ അല്ല. ടി ക്യു എം എന്ന് പറയുന്നത് എപ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു എൻഡ് റിസൾട്ടായിട്ട് വെക്കുന്നു. അതോടൊപ്പം ടി ക്യു എം എന്ന് പറയുന്ന എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റിലൂടെ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യുക എന്ന കൺസെപ്റ്റിലാണ് പോകുന്നത്. അതല്ലാതെ ജസ്റ്റ് കസ്റ്റമർ റിക്വയർമെൻറ്റുകൾ സാറ്റിസ്ഫൈ ചെയ്ത് മാത്രം പോവുക എന്നുള്ളതല്ല. കസ്റ്റമർ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യണം, പ്ലസ് ഇൻറ്റേർണൽ ആയിട്ടുള്ള കസ്റ്റമറിനെയും സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് ടി ക്യു എം. ഇപ്പോൾ ടി ക്യു എമ്മിലൂടെ ഒരു വർക്ക് കൾച്ചർ മാറുന്നു, അതോടൊപ്പം തന്നെ കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അല്ലാതെ ടി ക്യു എം എന്ന് പറയുന്നത് ജസ്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമുള്ളൊരു ടൂളല്ല. ടി ക്യു എമ്മിലൂടെ കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആകുന്നു, സ്റ്റേക്ക് ഹോൾഡേഴ്സും ഓർഗനൈസേഷനിലെ മാനേജേഴ്സും ഓർഗനൈസേഷനിലെ എംപ്ലോയീസും എല്ലാവരും സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു അപ്രോച്ചാണ് ടി ക്യു എം. ദെൻ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യുക കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ബേസ്ഡ് അപ്രോച്ചാണ് സ്വീകരിക്കുക. അല്ലാതെ ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചല്ല. എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാണ്? ബെസ്റ്റ് ക്വാളിറ്റിക്ക് വേണ്ടി ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ ടി ക്യു എം അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഫാക്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ്. ഫാക്റ്റുകളെ ബേസ് ചെയ്യുക മീൻസ് നമുക്കൊരു കാര്യം, ഒരു പ്രോസസ്സ് അത് ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് റൺ ചെയ്യുന്നത് എന്ന് പറയണമെങ്കിൽ ഡേറ്റാസ് കളക്ട് ചെയ്ത് അത് ആ ഡേറ്റാസ് അനലൈസ് ചെയ്തുകൊണ്ട് പറയാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഫാക്റ്റുകളുടെ ബേസിൽ ആണ് ടി ക്യു എം വർക്ക് ചെയ്യുക. അല്ലാതെ ടി ക്യു എം എന്ന് പറയുന്ന ഒപ്പീനിയൻസ്, ഒരു പ്രോസസ്സ് നല്ലതാണ് എന്നുള്ള ഒപ്പീനിയൻ്റെ ബേസിലല്ല പോവുക, മറിച്ച് ഡേറ്റാസ്, ആ ഡേറ്റാസിനെ അനലൈസ് ചെയ്ത് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടാണ് ടി ക്യു എം മുന്നോട്ട് പോകുക. ഇപ്പോൾ ടി ക്യു എം എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ടി ക്യു എം എപ്പോഴും പ്രിവെൻറ്റ് ചെയ്യും. അതായത് മുൻകൂട്ടി ഒരു ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ അതിനെ നേരത്തെ ഫ്യൂച്ചറിൽ കണ്ടുകൊണ്ട് തന്നെ നേരത്തെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഫെയിലിയർ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പ്രിവെൻറ്റ് ചെയ്യുക എന്നൊരു അപ്രോച്ചാണ് ടി ക്യു എമ്മിൻ്റെ അപ്രോച്ച്. അല്ലാതെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഫെയിലിയർ ഉണ്ടായിട്ട് കറക്റ്റ് ചെയ്യുക, ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞു ദെൻ കറക്റ്റ് ചെയ്യുക എന്നൊരു രീതിയല്ല. ഫെയിലിയർ ഇല്ലാണ്ടാക്കുക. അപ്പം അതുകൊണ്ട് ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള റെമഡി വെച്ചുകൊണ്ട് ആ ഫെയിലിയർ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. അതാണ് ടി ക്യു എം അപ്രോച്ച്. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ടി ക്യു എമ്മിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കും. താങ്ക് യു.